ഫീനിക്സ് ആർട്ട് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കാലിഗ്രഫിയാണ് ഈ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത്. അതിലിപ്പോൾ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണിത്. അതെങ്ങനെയാണ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇത്ര സിമ്പിളായിരുന്നു എന്ന് കണ്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുമാത്രമല്ല ഇതിൽ ഈ കാലിഗ്രഫി നമ്മൾ ഫ്രെയിം ചെയ്യുന്ന കൂടിയുണ്ട്. അപ്പോൾ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാലിഗ്രഫി ചെയ്യാനായിട്ട് ഞാൻ സാധാരണ ഒരു 250 GSMൻ്റെ സാധാരണ സ്കെച്ച് ചെയ്യുന്ന പേപ്പറാണ് എടുക്കുന്നത്. ആ പേപ്പർ അതിൻ്റെ 4 സൈഡിലും ടേപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫെവിക്കോളല്ല, സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫിക്സ് ചെയ്തതിന് ശേഷം ആ ബോർഡറൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം ആ ടേപ്പ് നല്ലോണം പേപ്പറിൽ ഒട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാട്ടർ കളറിൻ്റെ ബേസിക്സും കാര്യങ്ങളും എല്ലാം ഇതിന് മുമ്പ് വീഡിയോയിൽ ബേസിക്സ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ വാട്ടർ കളറിലൊക്കെ പുതിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണണമെങ്കിൽ ഇപ്പോൾ വാട്ടർ കളേഴ്സ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഈ പേപ്പറിൽ ഞാൻ റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ലൈനൊക്കെ വരക്കുന്നുണ്ട്, വെറുതെ ജസ്റ്റ് വരക്കുന്നു എന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിറിഡിയൻ ഗ്രീൻ, സാപ്പ് ഗ്രീൻ ആൻഡ് പ്രഷ്യൻ ബ്ലൂ. ഈ 3 കളേഴ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ വർക്ക് ചെയ്തതിൽ നമുക്ക് കുറേ സ്റ്റെപ്സ് ഉണ്ടല്ലോ ഇത് ചെയ്യാനായിട്ട്, ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, അത്യാവശ്യം കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാത്തിലും ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ള ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യലാണ്. കാരണം ജസ്റ്റ് ഏത് ചെറിയ കൊച്ചിനും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബാക്ക്ഗ്രൗണ്ടാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഭംഗിയൊന്നും നോക്കാനില്ല, വെറുതെ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല. ഇപ്പോൾ ആദ്യം ഞാൻ വിറിഡിയൻ പെയിൻറ്റ് ചെയ്തൊരു സൈഡിൽ, അതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ ആ സാപ്പ് ഗ്രീൻ എടുത്ത് പെയിൻറ്റ് ചെയ്തു, പിന്നെ കുറച്ച് ബ്ലൂ എടുത്ത് മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തു. അങ്ങനെ ജസ്റ്റ് തോന്നിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെക്കും. അത് മാത്രമല്ല ഇതിൻ്റെ ബ്രഷ് സ്ട്രോക്ക് എല്ലാം അങ്ങനെ തന്നെ ലീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കാൻ നേരത്ത് ഇപ്പോൾ ഇതിലൊക്കെ ബ്രഷ് സ്ട്രോക്സ് കാണാൻ പറ്റും, അതൊക്കെ അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. അത് വെറ്റായിട്ടിരിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കും. ഈ ഉപ്പൊക്കെ ഇടുമ്പോൾ ഒരു പുതിയ ടെക്സ്ചറൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഇതിന് മുമ്പ് വാട്ടർ കളറിൻ്റെ ബേസിക്സിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ കാർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതൊന്ന് കണ്ടാൽ മതി എന്തിനാണ് നമ്മൾ ഉപ്പിടുന്നതെന്നൊക്കെ മനസ്സിലാവാൻ. അങ്ങനെ നമ്മൾ ജസ്റ്റ് തോന്നിയതുപോലെ വെറുതെ ഇങ്ങനെ ഓരോരോ കളത്തിൽ ഓരോരോ ചെറിയ ചെറിയ കളർ വേരിയേഷൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കാൻ നേരത്തെ നമ്മൾ ആദ്യം വരച്ച ആ ഓരോ ലൈനും നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഓരോ ഈ ട്രയാങ്കിൾ പോലത്തെ ഇതിനകത്തും പ്രത്യേക തരം കളർ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ചിലതിൽ ഇച്ചിരി ബ്ലൂ അധികം കൊടുത്തു, ചിലതിൽ ഇച്ചിരി സാപ്പ് ഗ്രീൻ അധികം കൊടുത്തു, അങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇതിന് എല്ലാത്തിനും മുകളിലും ഉപ്പും ഇടുന്നുണ്ട്. അങ്ങനെ ആ പേപ്പർ നമ്മൾ നല്ലോണം ഡ്രൈ ആക്കാൻ വെച്ചു. നല്ലോണം ഡ്രൈ ആയതിനു ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ പേപ്പർ അഹർ പേപ്പറാക്കി കൺവേർട്ട് ചെയ്തു. അങ്ങനെ നമ്മളത് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാലിഗ്രഫി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അഹർ പേപ്പർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ കൂടി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ടീ ഡൈ ചെയ്യൂലേ, ആ ടീ ഡൈ ചെയ്യണതിന് പകരം നമ്മൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നു. അതിന് ശേഷമുള്ള പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് സെയിം ആണ്. നമ്മൾ ടീ ഡൈ ചെയ്തതിന് ശേഷം അഹർ പേപ്പറിൽ ചെയ്ത കംപ്ലീറ്റ് പ്രോസസ്സ് തന്നെ ഈ പേപ്പറിലും ചെയ്താൽ മതി, എല്ലാം ഓക്കെ ആയിട്ട് തന്നെ വരും. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ പേപ്പർ നോക്കുമ്പോൾ കാണാമല്ലോ, അതിൽ നല്ല ടെക്സ്ചറും ഉണ്ട്, നേരത്തെ കണ്ടതുപോലെ നല്ല ഷൈനിയുമാണ്. നമ്മൾ ബേണിഷൊക്കെ ചെയ്തതിന് ശേഷം, പേപ്പർ ബേണിഷ് ചെയ്തതിന് ശേഷം. അപ്പോൾ പേപ്പർ ഇവിടെ റെഡി ആയതിനു ശേഷം നമ്മൾ കാലിഗ്രഫി ചെയ്യാനായിട്ട് ഒരു കലവും നമ്മൾ ഇവിടെ ഞാൻ ഇങ്ക് സെല്ല് ചെയ്യുന്ന ആ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിതിൽ എഴുതാൻ പോകുന്നത് ഈ ടെക്സ്റ്റാണ്. അപ്പോൾ ഇത് എഴുതാനായിട്ട് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ഇങ്ക് തന്നെയാണ്. ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്ത് കലവും യൂസ് ചെയ്തിട്ട് ഈ ടെക്സ്റ്റ് നമ്മൾ കാലിഗ്രഫി കംപ്ലീറ്റ് എഴുതിയതിന് ശേഷം ആ ബ്ലാക്ക് വെച്ച് എഴുതിയത് കംപ്ലീറ്റ് ഡ്രൈ ആയതിനു ശേഷവും നമ്മൾ ഗോൾഡ് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് അതിന് മുകളിലൂടെ പെയിൻറ്റ് ചെയ്യും. പിന്നെ ഇത് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് മിക്കവരും ചെയ്യണം കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. ജസ്റ്റ് പെൻസിൽ വെച്ച് ഔട്ട്ലൈൻ ചെയ്തിട്ട് ചെയ്യുന്ന ആ ഒരു രീതി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ട് ചെയ്യരുതെന്നുള്ളൊരു വീഡിയോ കൂടി കാണിച്ചിട്ടുണ്ട്. അത് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കലം എന്തുകൊണ്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ കലം തന്നെ അറബിക് കാലിഗ്രഫി ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതിലെ മെയിൻ ടെക്സ്റ്റാണ് ആദ്യം ചെയ്യുന്നത്. ആ മെയിൻ ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് മെയിൻ ടെക്സ്റ്റും അതിനുശേഷം അത് ഗോൾഡ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ്
ബാക്കിയുള്ളത് ചെയ്യും. ഇതെല്ലാം ഓരോരോ സ്റ്റെപ്പായിട്ടാണ് ചെയ്തു പോകുന്നത്. കാരണം അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ ലൈൻ കണ്ടില്ലേ, ഗോൾഡ് വെച്ചിട്ടുള്ള ഫസ്റ്റ് ഒരു ലൈൻ കണ്ടില്ലേ ആ ബാക്ക്ഗ്രൗണ്ടിൽ, അതാണിപ്പോൾ ആദ്യമേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലൂടെ കലം വെച്ച് എഴുതാൻ പറ്റില്ല. ഇതിപ്പോൾ പ്രോപ്പർ ആർട്ട് പേപ്പർ ആയതുകൊണ്ട് നമുക്ക് കലം വെച്ചിട്ട് നല്ല വൃത്തിക്ക് തന്നെ കാലിഗ്രഫി ചെയ്യാൻ പറ്റും. നല്ല സ്മൂത്ത് പേപ്പറാണ് ആർട്ട് പേപ്പർ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ലൈൻസ് വരയ്ക്കാൻ പോണേ. അതിന് ഞാൻ ആദ്യം കുറച്ച് ആക്രിലിക് ഗോൾഡ് ആക്രിലിക് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒലിവ് ഗ്രീൻ ഇങ്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ക് ആഡ് ചെയ്തപ്പോൾ ഈ ആക്രിലിക് ആ ഒരു ഗോൾഡിൻ്റെ കളർ തന്നെ മാറി, ഒരു മെറ്റാലിക് ഗ്രീൻ കളർ പോലെ ആയി ആ ഗോൾഡിൻ്റെ കളർ. അതും പെയിൻ്റ് അല്ല യൂസ് ചെയ്യുന്നത്, നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അതിൽ ഞാനിവിടെ നമ്പർ 2 റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ ലൈൻസ് എല്ലാം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ വെറുതെ ഗോൾഡ് മാത്രമാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ടെക്സ്റ്റ് അറബിക് കാലിഗ്രഫി ഗോൾഡ് വെച്ചിട്ട് ചെയ്യണുണ്ടല്ലോ. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലെ ലൈനും രണ്ടും കൂടി എല്ലാം കൂടി ഭയങ്കര ഓവറായിട്ട് നിൽക്കുന്നത് പോലെ ഉണ്ടാവും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ ഗ്രീൻ ആഡ് ചെയ്ത് ഈ ആക്രിലിക്കിനെ നമ്മൾ ലൈറ്റാക്കി നല്ലൊരു ഗ്രീനിഷ് ടച്ച് കൊടുത്തത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പച്ചയും ഈ ഫ്രണ്ടിൽ നമ്മൾ ഈ ലൈൻ വരച്ചപ്പോൾ ആ ഒരു പച്ച കളറുള്ളൊരു മെറ്റാലിക് ആ ഒരു കളറും എല്ലാം കൂടി നല്ല സിങ്കിൽ പോകും. ആ ബാക്ക്ഗ്രൗണ്ട് നല്ല ഒരു സിങ്കിൽ തന്നെ അത് പോയിക്കോളും. സോ അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഒലിവ് ഗ്രീൻ ആഡ് ചെയ്തത്. അപ്പോൾ ആ ഇങ്കൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതുള്ളൂ. വാട്സപ്പ് നമ്പറൊക്കെ ഇങ്കിൻ്റെ സെയിലിനെ കുറിച്ചുള്ള വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ ലൈൻസൊക്കെ വരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിന് ശേഷമാണ് നമ്മൾ മെറ്റാലിക് അല്ലെങ്കിൽ ആൻറ്റിക് ഗോൾഡ് പെയിൻറ്റ് ആക്രിലിക് എടുത്തിട്ട് നമ്മൾ ഈ കാലിഗ്രഫി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ മറ്റേ വീഡിയോയില്ലേ, ലൈക്ക് ഇസ്ലാമിക് ഇലുമിനേഷൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷില്ലേ, ആ സെയിം ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ ഈ ബ്ലാക്കിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി നമ്മൾ കലം വെച്ച് ചെയ്യാൻ കാരണം നമുക്ക് ആ ടെക്സ്റ്റ്, ആ കാലിഗ്രഫിയുടെ അറബിക് ടെക്സ്റ്റിൻ്റെ എല്ലാം നമ്മൾ കലം വെച്ച് ചെയ്യുന്ന കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ബ്ലാക്ക് വെച്ച് ചെയ്തത്. അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഔട്ട്ലൈൻ, ലൈക്ക് ആ ബ്ലാക്ക് ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോവാതെ നോക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോഴും കാണാം പേപ്പറിൻ്റെ ഷൈനിനെസ്സും കാണാം, ആ കാലിഗ്രഫി ചെയ്തതിൻ്റെ ഷൈനിനെസ്സും കാണാം. അപ്പം ഇതിലിപ്പോൾ ചെയ്തപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലൊന്നും വിരവൽ പോലെ ഒന്നും വന്നിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷമാണ് നമ്മൾ ആദ്യമേ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ ആ ലൈൻ വരച്ചില്ലേ, അതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് ഹറക്കത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിതിൽ ഹറക്കത്ത് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ആ ലൈനിൻ്റെ മുകളിലും ഓരോ ഹറക്കത്ത് കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ആദ്യമേ ചെയ്യാണ്ടിരുന്നത്. ആദ്യമേ കാലിഗ്രഫി ചെയ്തതിന് ശേഷം പിന്നെ അതിന് മുകളിൽ ആ ലൈൻ വരക്കണമെങ്കിൽ ചിലപ്പോൾ എല്ലാം മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഹറക്കത്തിന് മുകളിലൂടെയും സെയിം പോലെ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഇതൊന്ന് സൺലൈറ്റിൽ, ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോക്കാൻ നേരത്തെ ഇപ്പോൾ ഞാൻ വരച്ചതിൻ്റെയൊക്കെ ആ ഓരോ ഭംഗിയൊക്കെ ഇതിൽ നല്ലോണം കാണുന്നുണ്ട്. ആ ഒരു ഗോൾഡിൻ്റെ ഷൈനിനെസ്സും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് തോന്നുന്നു. നമ്മൾ ആദ്യം പച്ച അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള ആ ഒരു എഫക്റ്റ്, നമ്മളിപ്പോൾ സപ്പോസ് ഇതിന് പകരം ആ പച്ച അപ്ലൈ ചെയ്തതിന് പകരം ഡയറക്റ്റ് ഗോൾഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു എഫക്റ്റ് വരില്ല, അത്രയ്ക്ക് ഭംഗി വരില്ല, എല്ലാം കൂടി ഭയങ്കര ക്രൗഡഡ് ആയിട്ട് ഇരിക്കണ പോലെ തോന്നും. സോ അതുകൊണ്ടാണ് പച്ച, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ച അപ്ലൈ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ചെയ്ത പേപ്പറിൻ്റെ സൈസ് ഇച്ചിരി വലുതല്ലേ, ഈ സൈഡിൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഇച്ചിരി അധികം പേപ്പർ ഉണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് കറക്റ്റ് മിഡിലിൽ നിൽക്കുന്നത് പോലെ തോന്നും. സോ അതുകൊണ്ട് ഞാനിവിടെ കട്ടിംഗ് മാറ്റ് എടുത്തിട്ടുണ്ട്. കട്ടിംഗ് മാറ്റിൻ്റെ റെഫറൻസിൽ ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇത് ആക്ച്വലി ആദ്യം എടുത്തപ്പോൾ A4 ഷീറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ആദ്യമേ ടേപ്പ് വെച്ചിട്ടൊരു ബോർഡർ ഒക്കെ ഉണ്ടാക്കിയില്ലേ, അതിനുശേഷം മഹർ പേപ്പറാക്കി കൺവേർട്ട് ചെയ്ത സമയത്ത് ആ വൈറ്റ് ബോർഡർ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ A4-നേലും ചെറുതായി. പിന്നെ ഇപ്പോൾ വീണ്ടും ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ആ A4-നേലും ഒരു ഇച്ചിരി കൂടി ചെറുതായിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത്, ഇതിന് ഒരു ബോർഡർ കൊടുക്കാനാണ് പോകുന്നത്. ഗോൾഡ് മാത്രം അങ്ങനെ നിന്നപ്പോൾ ഒരു കംപ്ലീഷൻ ഇല്ലാത്തതുപോലെ തോന്നി. അതായത് ഇപ്പോൾ നമ്മൾ ആ ഒലിവ് ഗ്രീൻ്റെ ഒരു മെറ്റാലിക് ഗ്രീൻ ഇല്ലേ, ആ ഗ്രീനിൻ്റെ മുകളിലൊക്കെ ഹറക്കത്ത് വരുമ്പോൾ ഒരു കംപ്ലീഷൻ ഇല്ലാത്തതുപോലെ ഉണ്ടായിരുന്നു. സോ അത് ഒന്ന് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് കാലിഗ്രഫിക്ക് ഞാനിവിടെ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. സോ ആ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഫെബർ കാസ്റ്റലിൻ്റെ എക്കോ പിഗ്മെൻറ്റ് പെന്നാണ്. 0.2 സൈസിലുള്ള എക്കോ പിഗ്മെൻറ്റ് പെന്നാണ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ ഔട്ട്ലൈൻ കൂടി കൊടുത്തു കഴിയുമ്പോൾ
ഇതേപോലെ നല്ല ഭംഗിക്ക് ഇരിക്കും. ഇപ്പോൾ ഇവിടെ ഹാ ഒക്കെ കണ്ടില്ലേ, ഹാ കഴിഞ്ഞ് മീൻ വരാൻ നേരത്തും അങ്ങനത്തെ ആ ഒരു കേർവ്നെസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ കാലിഗ്രഫി ഇരിക്കുന്നത്. ഇനി ഇതിന് ശേഷം നമുക്ക് ഈ കാലിഗ്രഫിയുടെ ഫ്രെയിം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫ്രെയിം ചെയ്യാനായിട്ട് ഞാൻ ഫോം ബോർഡാണ് എടുക്കുന്നത്. ഫോം ബോർഡ് അല്ലെങ്കിൽ സൺ ബോർഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഫോം ബോർഡിൻ്റെ ഒരു നല്ല നീളമുള്ളൊരു 5 mm സൈസിലുള്ളൊരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1 ഇഞ്ച് തികച്ചില്ല. സോ ആ ഒരു സൈസിലുള്ള ഫ്രെയിമിൻ്റെ ഒരു പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. ലൈക്ക് ഫോം ബോർഡിൻ്റെ ഒരു പീസാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എഡ്ജ്, ആ ഒരു എഡ്ജ് നമ്മൾ ഒരു സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഇത് വേർട്ടിക്കലായിട്ട് നേരെയല്ല ഇരിക്കുന്നത്, അതിനെ നമ്മൾ ഇതേപോലെ 5 mm തന്നെ സ്കെയിലിൽ ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചിട്ട് നമ്മുടെ കട്ടിംഗ് ബ്ലേഡ് എടുത്ത് 45 ഡിഗ്രിയിൽ നമ്മൾ ചെരിച്ച് വെച്ച് ഹോൾഡ് ചെയ്യും. ഇതിപ്പോൾ നേരെയല്ല, ചെരിച്ച് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു എഡ്ജ് നമ്മൾ കട്ട് ചെയ്ത് കളയും. ഒന്ന് ചിസൽ ചെയ്യുന്നത് പോലെ നമ്മൾ കട്ട് ചെയ്ത് കളയും, ഷാംഫർ ചെയ്യുന്നത് പോലെ. അങ്ങനെ ആ ഒരു എഡ്ജ് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു എഡ്ജാണ് നമ്മൾ ഫ്രെയിമിൽ ഉള്ളിലെ ഭാഗത്തായിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ നിങ്ങൾ ആദ്യം കണ്ടതിൽ ആ ഒരു വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ആ ഒരു എഡ്ജ് ഇങ്ങനെ നല്ല ചെരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ ചെയ്തിട്ടാണ് എഡ്ജ് അങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളിത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം, പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ മതി, എല്ലാം ഓക്കെ ആയിക്കോളും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ടിംഗ് ബ്ലേഡ് 45 ഡിഗ്രിയിൽ പിടിക്കുമ്പോൾ ഈ ത്രൂ ഔട്ട് കട്ട് ചെയ്യുന്ന ത്രൂ ഔട്ട് കംപ്ലീറ്റ് ആയിട്ടും സെയിം പൊസിഷനിൽ തന്നെ അല്ലെങ്കിൽ സെയിം ആംഗിളിൽ തന്നെ കട്ടിംഗ് ബ്ലേഡ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ ആംഗിൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആവണമെന്നില്ല ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ നേരത്തെ മനസ്സിലാവും അതെങ്ങനെ സംഭവം വന്നതെന്ന്. ഇപ്പോൾ കണ്ടില്ലേ ഈ എഡ്ജ് നല്ല 45 ഡിഗ്രിയിൽ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത്. സോ എന്നിട്ട് ഇനി നമ്മൾ അടുത്തത് ഇതിൻ്റെ ബേസാണ് റെഡിയാക്കാൻ പോകുന്നത്. ബേസിന് ഞാൻ യൂസ് ചെയ്യുന്നത് 3 mm സൈസിലുള്ള ഫോം ബോർഡാണ്. അപ്പോൾ ഫ്രെയിമിനും രണ്ടിനും ഞാൻ വേറെ വേറെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 5 mm ഫോം ബോർഡ് യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ബേസിന് അതും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രെയിമൊക്കെ കട്ട് ചെയ്യാൻ നേരത്ത് കറക്റ്റ് എല്ലാം 90 ഡിഗ്രി ആണോ അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് നല്ല ലൈനാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിന് ശേഷം ഈ ഫ്രെയിമിൻ്റെ സൈസ് നമ്മൾ മാർക്ക് ചെയ്യും. ലൈക്ക് ഫ്രെയിമിൻ്റെ ആ ഒരു പുറത്തുള്ള ആ ഒരു ഫ്രെയിമിൻ്റെ സൈസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ 2 പീസാക്കി കട്ട് ചെയ്യും. 2 പീസല്ല 4 പീസ് വേണം. അങ്ങനെ കറക്റ്റ് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും നമുക്കിപ്പോൾ ഈ ആദ്യം കട്ട് ചെയ്ത റെക്റ്റാങ്കുലർ ഫോം ബോർഡിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഇല്ലേ, ആ സെയിം ലെങ്ത്തും ബ്രെഡ്ത്തിലും തന്നെയാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ആ സെയിം ലെങ്ത്തിൽ തന്നെ. അതിനുശേഷം അത് 45 ഡിഗ്രി ആക്കിയിട്ടൊക്കെ കട്ട് ചെയ്ത് കളയും. സോ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഫ്രെയിം പെയിൻറ്റ് ചെയ്യും. പക്ഷേ മിക്കവരും ഫ്രെയിം പെയിൻറ്റ് ചെയ്ത് ആക്രിലിക്കൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാനിവിടെ സെയിം സെല്ല് ചെയ്യുന്ന അതേ ഇങ്ക് തന്നെയാണ്, ബ്ലാക്ക് ഇങ്ക് തന്നെയാണ്, ഐവറി ഇന്ത്യൻ ഇങ്ക് തന്നെയാണ് സെല്ല് ചെയ്യാനായിട്ട് ലൈക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇങ്ക് യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ആ ബ്രഷിൻ്റെ സ്ട്രോക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാട് ആ ഒരു ഫ്രെയിമിൽ കാണും. അല്ലെങ്കിൽ ഇപ്പോൾ ആ പാടൊന്നും ഇല്ലാതിരിക്കാൻ ചിലപ്പോൾ നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് ഇവിടെ ഞാൻ ഇങ്കാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ക് വെച്ചിട്ട് തന്നെ നല്ല ഒരു ഫ്ലോയും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലോണം കിട്ടും. സോ ഇതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത റെക്റ്റാങ്കുലർ പീസിൻ്റെ ബോർഡറും നമ്മൾ ഇതേപോലെ തന്നെ ബ്ലാക്ക് വെച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഇങ്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് തിരിച്ച് വെച്ചിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു വെക്കും. അല്ലെങ്കിൽ ഇത് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെയിറ്റ് എടുത്ത് വെച്ചാൽ മതി കുറച്ച് നേരം, അപ്പം നല്ലോണം ഒട്ടിക്കോളും. പിന്നെ ഞാനിതിൻ്റെ ചുറ്റും മാത്രമാട്ടോ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഉള്ളിലോട്ടൊന്നും അധികം തേച്ചില്ല. കാരണം പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് ഈ ഫ്രെയിം മാറ്റാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കാലിഗ്രഫി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതിൽ പെയിൻറ്റ് ചെയ്തതിൻ്റെ യാതൊരുവിധ സ്ട്രോക്കും ഇല്ല ഈ ബോർഡർ ഫ്രെയിമിനകത്ത്. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ആ ഓരോ പീസിൻ്റെയും 2 എഡ്ജും 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ കട്ടിംഗ് മാറ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ ഞാൻ ഈ സ്കെയിലും ആ ഡോട്ടഡ് ലൈനും കണ്ടോ, ഇത് രണ്ടും കൂടി അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഡോട്ടഡ് ലൈനാണ് 45 ഡിഗ്രി, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കട്ടിംഗ് മാറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 45 ഡിഗ്രി പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ രണ്ടാമത്തെ സൈഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ തിരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനത്തെ നല്ല പീസ് കിട്ടും. ഇത് കറക്റ്റ് 45 ഡിഗ്രി തന്നെ. എന്നിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ 4 പീസും പെയിൻറ്റ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം
ഈ 4 എഡ്ജിലും ഒട്ടിച്ചു വെക്കും. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു വെക്കും. ഇപ്പോൾ സാധാ ഫെവിക്കോളിന് പകരം നമ്മൾ ഫെവിക്കോൾ SH ഒക്കെ ഇല്ലേ, SH ഒക്കെ യൂസ് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇപ്പോൾ നിങ്ങളിത് റീപ്ലേസ് ചെയ്യുള്ളെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിപ്പോൾ ഞാനിത് ചിലപ്പോൾ അഴിച്ചിട്ട് വേറെ പ്രോപ്പർ ഫ്രെയിം ചെയ്യും എന്ന് ഉള്ളത് കൊണ്ട് സാധാ ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യണം. അതിന് അത്രയ്ക്ക് ഭയങ്കരമായൊരു ഒട്ടിപ്പൊന്നുമില്ല ബാക്കിയുള്ള ഫെവിക്കോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഈ ഫ്രെയിം ചെയ്യാൻ നേരത്തെ ഇതിൻ്റെ 2 എഡ്ജിലും പ്രോപ്പറായിട്ട് തന്നെ പശ അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്നിട്ട് 4 എഡ്ജും ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കും. നമ്മൾ 45 ഡിഗ്രി കട്ട് ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ ഈ റെക്റ്റാങ്കുലർ പീസിൻ്റെ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും വേണം ഈ ചെറിയ ചെറിയ സ്ട്രിപ്സ് കട്ട് ചെയ്യണമെന്ന്. അങ്ങനെ കട്ട് ചെയ്ത് എല്ലാ പീസും ഒട്ടിച്ചതിന് ശേഷം ഈ കാലിഗ്രഫി വർക്ക് കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കും. നല്ല ആ ഒരു എഡ്ജിലൊക്കെ നമുക്ക് നല്ല നീറ്റ്നെസ് കാണുന്നുണ്ട്, ആ പെയിൻറ്റ് ചെയ്തതിൽ, ഇങ്ക് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തതിലൊക്കെ. അപ്പോൾ കാലിഗ്രഫിക്ക് മാത്രമല്ല ഞാൻ സെല് ചെയ്യുന്ന ഇങ്ക് ഇതേപോലത്തെ പെയിൻറ്റിങ് പേർപ്പസിന് കൂടി യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ 4 താഴത്തുള്ള പീസിൻ്റെ ആ ഒരു എഡ്ജും നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് വെട്ടുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി, കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഈ കാലിഗ്രഫിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ അപ്ലോഡ് ആവുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഓൾ വിത്ത് ന്യൂ വീഡിയോ.